ഇത്ത അലീനയുടെ ആവശ്യപ്രകാരം ജയിലിലേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അലീനയിൽ നിന്നും റീത്ത ഒരു പാഠം പഠിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റീത്തയാണെങ്കിൽ അലീനയെയും സ്റ്റാലിയെയും നല്ല രീതിയിൽ തന്നെ വേട്ടയാടാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. വേട്ടയാടുക എന്ന് ഉദ്ദേശിച്ചാൽ അവരെ തമ്മിൽ തല്ലിക്കുക, തമ്മിൽ പിരിക്കുക, ഒടുവിൽ സ്റ്റാലിനെ ആ വീട്ടിലും അലീനയെ ഓടിച്ചു വിടുകയും ചെയ്യുക എന്നതാണ് റീത്തയുടെ രാജതന്ത്രമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ റീത്തയ്ക്ക് മുൻപിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയുമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ അലീന നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ പപ്പയുടെ ജോലിക്കാർ ചതി പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ അലീനയും അവർക്ക് നേരെ ചതി തന്നെ പ്രയോഗിക്കാനായിട്ട് കഴിയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ജോലിക്കാരോട് പലതവണ അലീന പറയുന്നുണ്ട് മാന്യമായിട്ട് നിർത്തണമെന്നും മാന്യമായിട്ട് പെരുമാറണമെന്നും. പക്ഷേ അവർക്കത് കേൾക്കാനായിട്ട് താല്പര്യമില്ല എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണ് ഒരു വലിയ അട്ടിമറി, ഒരു വലിയ കൈയിട്ട് വാരൽ സംഭവിക്കുന്നത് നാളെ. അതായത് പലചരക്ക് വാങ്ങാൻ കൊടുത്തുവിട്ട പണത്തിൽ നിന്നും പകുതി ഭാഗവും മുക്കാഭാഗവും അവർ കൈയിട്ട് വാരിയെടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ചോദ്യവുമായി അലീന മുൻപിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ല, എന്താ ഇത്രയും പൈസയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുകയുള്ളൂ? ലിസ്റ്റ് നോക്കിയിട്ട് കാര്യങ്ങളൊന്നും അത്ര ശരിയാകുന്നില്ലല്ലോ. എന്താ കാര്യം പൗലോസേട്ടാ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴാണെങ്കിൽ പൗലോസാണെങ്കിൽ പറയുന്നുണ്ട്, തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും താനൊന്നും ചെയ്തിട്ടില്ല എന്നും പൗലോസ് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം പൗലോസേട്ടനല്ലേ ഇവിടുത്തെ വലിയ ആൾ. അതുകൊണ്ട് തന്നെ പൗലോസേട്ടനറിയാതെ ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് കഴിയുന്നുമില്ല. സത്യമായി തന്നെ പൗലോസേട്ടൻ പറയാനായിട്ട് പറയുന്നു. എൻ്റെ കുഞ്ഞെ, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ എന്ത് പറയാനാണ് എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ, എങ്കിൽ ശരി, പൗലോസേട്ടനെ കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അലീന പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, അവിടേക്ക് നമ്മൾ പോവുകയാണെന്നും അവിടേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണമെന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ലെന്നും നിങ്ങളെ ഞാൻ പരമാവധി നാണം കെടുത്തുമെന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇറങ്ങാൻ നേരത്തും പറയുന്നില്ല. അങ്ങനെ വീടിൻ്റെ ഗേറ്റ് കടക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അലീന ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ അവർ മിണ്ടുന്നില്ല. ഒടുവിൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ പൗലോസാണെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാം. എൻ്റെ പൗലോസേട്ടാ, നിങ്ങളാണ് ചെയ്തതെന്നും നിങ്ങളാണ് ഇതിൽ കൈയിട്ട് വാരിയതെന്നും എനിക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ കുറേ തവണയായി ഇത് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അതിനുള്ള തെളിവും കാര്യങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കളിക്ക് ഇറങ്ങിയത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഇതിനെ തെറ്റ് എന്നാണോ പൗലോസേട്ട പറയുക എന്ന് അലീന ചോദിക്കുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്
കൊടും ചതിയല്ലേ എന്ന് ചോദിക്കുന്നു. മോഷണമല്ലേ എന്ന് ചോദിക്കുന്നു. പപ്പ നിങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ചിട്ട് ആ പണം മൊത്തം നിങ്ങൾ കട്ടെടുക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ അപ്പോഴേക്കും ചോദിക്കുകയാണ്, ഇതെല്ലാം നിൻ്റെ അപ്പൻ സമ്പാദിച്ച വകയാണോടാ? നിനക്ക് തോന്നുന്ന മാതിരി കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോകാനായിട്ട് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും നീ ഇങ്ങോട്ട് നടക്ക്, നീ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരെയും എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. തുടർന്ന് വിസ്താരം തുടങ്ങുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. എന്ന് തൻ്റെ ജോലിക്കാരെയും കൊണ്ട് അലീന വരുന്നത് കണ്ട സ്റ്റാലിനാണെങ്കിൽ സംഭവം തിരക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ അലീന സത്യം തുറന്നു പറയുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് പപ്പയറിയാതെ ഇവർ പപ്പയെ ചതിക്കുകയായിരുന്നെന്നും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണമെന്നും ഞാൻ പറഞ്ഞത് എന്ന് അലീന സ്റ്റാലിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം സ്റ്റാൻലി തൻ്റെ വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് വളരെയധികം സങ്കടപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കൂട്ടോ. അപ്പോഴാണെങ്കിൽ പൗലോസ് പറയുകയാണ്, തന്നെ കൊണ്ട് ഇതുവരെ എല്ലാം ചെയ്യിച്ചത് റീതാമ്മ ചേച്ചിയാണെന്നും റീതാമ്മ ചേച്ചിയാണ് ഇതിൽ നിന്നെല്ലാം പൈസ എടുക്കുന്നതെന്നും പറയുമ്പോൾ അലീനയും സ്റ്റാലിയും റീതാമ്മയോട് ശത്രുത തോന്നുന്ന മുഹൂർത്തമാണ് കാണാൻ കഴിയുക. തുടർന്ന് പൗലോസിന് ഒരു അവസാന താക്കീത് അലീന കൊടുക്കുന്നുണ്ടെന്ന് കാണാം. തുടർന്ന് കേസ് കൊടുക്കുന്ന അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റീതാമ്മയെ തൻ്റെ മുൻപിൽ കൊണ്ടുവരാനായിട്ട് പറയുന്നു. ഇതേ സമയം അലീനയുടെ മുൻപിലേക്ക് റീതാമ്മ അച്ഛനുമായിട്ട് കടന്നു വരുമ്പോൾ പോലീസുകാരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കള്ളിയായ റീതാമ്മയെ, കള്ളത്തരങ്ങളുള്ള റീതാമ്മയെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. പ്രിയ കൂട്ടുകാരെ, റീതാമ്മ ആകെ ഞെട്ടിപ്പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബ്